മാനന്തവാടിയിൽ കാട്ടാന ഇറങ്ങി. അവിടെ നിരോധനാജ്ഞ കളക്ടർ പ്രഖ്യാപിച്ചു. ഇന്ന് വെളുപ്പിന് 5:30 മണിക്ക് അവിടുത്തെ മാനന്തവാടി ടൗണിലുള്ള ഒരു കൃഷിക്കാരനും അമ്മയും പള്ളിയിൽ പോയി. 5:30 മണിക്ക് കോടമഞ്ഞിൻ്റെ ഇടയ്ക്ക് കാട്ടാന നിൽക്കുന്നു. അദ്ദേഹം തിരിച്ച് അമ്മയായിട്ട് മടങ്ങിപ്പോയി. അതിലൊക്കെ വീട്ടുകളിൽ പറഞ്ഞു. പലർക്കും ആനയെ കണ്ടെത്താൻ കഴിയാതെ വന്നു. അത്ര നല്ല കോടമഞ്ഞായിരുന്നു. എന്തായാലും വാർത്ത അങ്ങ് പരന്നു. ഫോറസ്റ്റുകാരെത്തി. ആന മാനന്തവാടി ടൗണിൽ തന്നെ നിൽക്കുകയാണ്. ടൗണിന് സ്കൂള്, കോളേജ്, അവിടെ ആദിവാസി കോളനി, ബസ് സ്റ്റാൻഡ്, അതിനടുത്ത് ചിലപ്പോൾ ഒരു വയലുണ്ട്. അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ഇടയ്ക്ക് ടൗണിലോട്ട് കയറും, പിന്നീട് അവനെ ഇറങ്ങും. ആൾക്കാർ ബഹളം വെക്കുമ്പോഴും താഴോട്ടിറങ്ങി വയലിൽ നിൽക്കും. എന്തായാലും കഴിഞ്ഞ 10-12 മണിക്കൂറായി മാനന്തവാടിയെ വിറപ്പിച്ച് കൊണ്ട് ഈ ആന നിൽക്കുകയാണ്. ഇത് ബന്ദിപ്പൂർ വനത്തിൽ നിന്ന് വന്ന ആനയാണ്. കാരണം ഒരു റേഡിയോ കോൾ അവൻ്റെ കഴുത്തിലുണ്ട്. അതുകൊണ്ട് അവിടെ നേരത്തെ അവർ പിടിച്ച് ഇവനെ റേഡിയോ കോളർ ധരിപ്പിച്ച് വിട്ടതാണെന്ന് മനസ്സിലായി. അത് മോണിറ്റർ ചെയ്യാനായിട്ട് ആ ബന്ദിപ്പൂരിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നുണ്ട്. ഏതായാലും അവിടുന്ന് വന്നതാണെന്ന് ഉറപ്പിച്ചു. ഏതായാലും രാവിലെ സ്കൂളുകളിൽ വെളുപ്പാങ്കാലത്ത് അല്ലെങ്കിൽ വെളുപ്പിനെ സ്കൂളിലേക്ക് പോയ കുട്ടികളെല്ലാം സ്കൂളിലാണ്. നിരോധനാജ്ഞ നിലനിൽക്കുന്നു. അതുകൊണ്ട് കുട്ടികളാരും വീട്ടിലേക്ക് വരരുത്. ആനയെ തളച്ച ശേഷമേ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരാവുള്ളൂ. കാരണം ആ മാനന്തവാടി ടൗണിൽ തന്നെയാണ് സ്കൂള്, കോളേജ്, KSRTC, ആദിവാസി കോളനി, ആൾക്കാർ, ടൗൺഷിപ്പ്, അതിൻ്റെ അവിടെയുള്ള കെട്ടിടങ്ങൾ, അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കാൻ തുടങ്ങി. അപകടം വരുത്തി വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ആരും വെളിയിറങ്ങരുതെന്ന് പറഞ്ഞ് നിരോധനാജ്ഞ രേണുക രാജ് അവിടുത്തെ കളക്ടർ പ്രഖ്യാപിച്ചത്. പക്ഷേ CCF, വൈൽഡ് ലൈഫ് CCF വെടിവെക്കാനുള്ള ഉത്തരവ് ഇടാൻ വൈകി. എങ്കിലും ഇപ്പം ഉത്തരവ് വിട്ടെന്നാണ് മനസ്സിലാകുന്നത്. ആ ആനയെ തളച്ചെങ്കിലേ പറ്റുള്ളൂ. തളച്ച് തിരികെ കർണാടക പോലീസിന് കൊടുക്കണം, കർണാടക ഫോറസ്റ്റിന് കൊടുക്കണം, ബന്ദിപ്പൂരിലോട്ട് മടക്കി അയക്കണം. ഏതായാലും മാനന്തവാടിയിൽ നിന്ന് ഗൂഡല്ലൂർ വഴിയേ ഇവനെ കൊണ്ടുപോകാനൊക്കെ ഉള്ളൂ. ഏതായാലും അതിനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് കുങ്കിയാനകളായ വിക്രമും സൂര്യ എത്തിക്കഴിഞ്ഞു. വെടിവെച്ച് അതിനെ മയക്കി അതിനെ ലോറി കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. പക്ഷേ ഈ വയലിൽ നിൽക്കുന്നിടത്തോളം കാലം വെടിവെച്ച് കഴിഞ്ഞാൽ ആന ചിലപ്പം വരണ്ട ഓടുക പതിവുണ്ട്. അപകടം ധാരാളം വരും. അതിനോട് ചേർന്നാണ് ടൗൺഷിപ്പ്. അതുകൊണ്ട് കുറച്ചുകൂടെ സൗകര്യമായിട്ട് ആനയെ മയക്കുമടി വെക്കാൻ ലഭിക്കുന്ന സന്ദർഭം മാത്രമേ വെക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും താമസം നേരിടുന്നത്. എന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും പോലീസും ഒക്കെ രംഗത്തുണ്ട്. ആനയെ കുങ്കിയാനയുടെ സഹായത്തോടു കൂടി തിരിച്ച് പിടിച്ച് അവനെ ബന്ദിപ്പൂരിലേക്ക് അയക്കുമെന്ന് നമ്മൾ കരുതുന്നു. എന്തായാലും പറ്റിയ സ്ഥലങ്ങൾ അന്വേഷിച്ച് ആനയെ ഓടിച്ച് ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചെങ്കിൽ മാത്രമേ വെടിവെക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. കേരളത്തിൽ പല സ്ഥലത്തും ആനശല്യങ്ങൾ കൂടുതലാണ്. നമുക്കറിയാം, അവിടെ പടയപ്പ ഇറങ്ങിയിട്ടുണ്ട്. പടയപ്പ ഏതായാലും വളരെയധികം ശല്യങ്ങൾ ഈ അടുത്ത ദിവസം ചെയ്തു. പടയപ്പയെ പിടിക്കേണ്ട സമയം സന്ദർഭവും ആയിക്കഴിഞ്ഞിരിക്കുന്നു. അതിനു മുമ്പ് നമുക്കറിയാം അരിക്കൊമ്പനുണ്ടായിരുന്നു. അതുപോലെ പാലക്കാട് ഒരു PT7 ഉണ്ടായിരുന്നു. മൂന്നാറിലെ പടയപ്പ കുറേ നാളുകളായി ആൾക്കാരോട് ഇണങ്ങി തന്നെയാണ് പടയപ്പ പോകുന്നതെങ്കിലും മൂന്നാറിലെ അവനെ അരിയെടുക്കാനും പച്ചക്കറി എടുക്കാനും ഒക്കെ പല കടകളും തുറക്കുന്നുണ്ട്. അവിടെ ഒരു ഷട്ടർ തുറന്ന് അകത്ത് കയറി അവനെ അരിയും പച്ചക്കറിയൊക്കെ കഴിച്ചെന്ന് പറയുന്നുണ്ട്. ഏതായാലും ആന യഥേഷ്ടം റോഡിൽ കൂടെ നടക്കുകയാണ്. അപകടം വരുത്തി വെക്കും. അതുകൊണ്ട് പടയപ്പയും നമ്മൾ ഉടനെ തന്നെ മയക്കോടി വെച്ച് അല്ലെങ്കിൽ അവനെ ഉൾക്കാട്ടിലേക്ക് വിടണം. ഉൾക്കാട്ടിൽ പോയാലും തിരിച്ചു വരും. കാരണം ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്ന് ഇപ്പം മാനന്തവാടി എത്തിയിരിക്കുന്ന ആ ആന എത്ര കിലോമീറ്റർ സഞ്ചരിച്ചാണ് വന്നിരിക്കുന്നത്? ഏകദേശം 60 കിലോമീറ്ററിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ വന്ന വഴി മടങ്ങാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും ഇന്ന് തന്നെ മയക്കുപൊടി വെച്ച് അവിടുന്ന് അവനെ കടത്തി ബന്ദിപ്പൂരിലോട്ട് കൊണ്ടുപോകും എന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാരിയിരിക്കുന്നത്.